വീണ്ടും വാർത്തകളിലേക്ക്. കോഴിക്കോട് ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടാൻ സർക്കാർ തീരുമാനം. പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. നാട്ടുകാരുടെ സമരവും പ്രതിഷേധവും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് പി കെ ഫിറോസ് MLA പറഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ പ്ലാന്റിനുള്ളിൽ വെള്ളം കയറി പ്ലാന്റിൽ സൂക്ഷിച്ചിരുന്ന കോഴിമാലിന്യം സമീപ പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന ഗുരുതര സാഹചര്യവും ഉണ്ടായിരുന്നു. വിഷയത്തിന്റെ ഗൗരവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടിയുണ്ടാവുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. ഷഹദ്, ഇപ്പോൾ നാട്ടുകാരുടെ സമരത്തിന് പ്രതിഷേധത്തിന് ഇപ്പോൾ ഒരു പരിഹാരമാകുന്നു അല്ലേ? തീർച്ചയായിട്ടും ഏറെ നാളായി തുടർന്നു വന്നിരുന്ന സമരത്തിനാണ് ഇപ്പോൾ അവസാനം ആകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് അതിന് പൂട്ട് വീഴുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താമരശ്ശേരി ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരെ കഴിഞ്ഞ ഏറെ നാളായി ആ നാട്ടുകാരൊക്കെ തന്നെ വലിയ പ്രതിഷേധത്തിലായിരുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഇത്തരത്തിൽ ഉത്തരവ് ഇട്ടിട്ടുള്ളത്. പരാതികളും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിലാണ് MLA ഉൾപ്പെടെയുള്ള, അതായത് പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടുകയും വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉടൻ തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളത്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്, ഒപ്പം തന്നെ വലിയ സന്തോഷവുമാണ്. മാത്രവുമല്ല, ഒരു ഗുരുതരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മഴ പെയ്യുകയും വലിയ വെള്ളം ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ ഫാക്ടറിയിലൊക്കെ തന്നെ വലിയ അളവിൽ വെള്ളം നിറയുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മാലിന്യം അത് ആ പ്രദേശം ഒന്നാകെ പരന്നൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ച് മുൻകാലങ്ങളിൽ നാട്ടുകാർ അവിടെ നടത്തി വന്ന സമരവും ഒക്കെ കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ MLAയുടെ നേതൃത്വത്തിൽ ഇടപെടുകയും പിന്നീട് അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉടൻ തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.